ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. മുതലാളി തോറ്റ് ഞാൻ മടുത്ത്. ഞാൻ എല്ലാത്തിലും ജയിച്ചു. ഇനി ഇതുപോലെ ഞാൻ തോക്കാൻ പോണേണെന്ന് മനസ്സിലായിട്ട് നീ ഇരിക്കരുത്. ഞാൻ മുതലാളിയാണ്, എനിക്ക് ജയിക്കണം കേട്ടാ. ഞാൻ ഓടിക്കോളാം. ഇങ്ങനെ പോയാ ഈ മത്സരത്തിൽ മുതലാളി തന്നെ ജയിക്കും. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഈ കസേര മുതലാളി കസേരല്ലേ? ഈ പണി പങ്കെടുക്കുന്ന മൊത്തം ആൾക്കാര് മുതലാളിയുടെ തൊഴിലാളികള്. പിന്നെ എങ്ങനെ മുതലാളി ജയിക്കാണ്ടിരിക്കും? എടാ, ഈ ബേബി മുതലാളി ജയിക്കാനായിട്ട് മാത്രം ജനിച്ചവനാണ്. നീ കണ്ടോ, ഈ പ്രാവശ്യത്തെ റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാ മത്സരങ്ങളിലും ഞാൻ കപ്പടിച്ചിരിക്കും. അപ്പൊ കപ്പ് സ്പോൺസർ ചെയ്ത് മുതലാളി ആയിരിക്കും. ആ ഓടി. എനിക്ക് വിശക്കണ എന്തെങ്കിലും കൊണ്ടോ? അയ്യോ, പ്രാക്ടീസ് ചെയ്യാൻ ഫുഡില്ല. ഇല്ല സാറേ. ആ പിന്നല്ലത്. അയ്യോ, ചാന്ദ്ര സിസ്റ്റർ കൊടുത്തോ കസേരകളിക്ക്? അയ്യോ ഇല്ല സാറേ, മാഡത്തിന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ഞാൻ കൂടെ ഉണ്ടെങ്കിലേ ശരിയാവുള്ളത്. ശാന്തി സിസ്റ്ററെ, ഈ മത്സരത്തിൽ പങ്കെടുക്ക്. ഞാൻ തോറ്റു കൊടുത്ത് മടുത്ത്. നുണ പറയുന്നോളാ. മര്യാദക്ക് 2 മാസം സാലറി ഞാൻ കട്ട് ചെയ്തോ. സാറേ തോറ്റ് നമ്മളെന്തിട്ട് തോറ്റത്? ഞാൻ ഇപ്പോഴും ജയിച്ചോണ്ടിരിക്കണല്ലേ. സാറേ ഒന്ന് ഇന്നൊരു കാര്യം പറയട്ടെ. ഇരിക്ക്. പൂക്കള മത്സരത്തില് നമ്മൾക്ക് സെക്കൻഡ് പ്രൈസേ കിട്ടിയുള്ളൂ. അപ്പൊ ഫസ്റ്റ് ആയിരിക്കണം. ഫസ്റ്റ് ഏതോ ബംഗാളി ഇട്ട പൂക്കളത്തിന് കിട്ടി. ബംഗാളിട്ട് പൂക്കളത്തിന്? ആന്നേ, അവൻ എവിടെന്നോ നല്ല തുമ്പപ്പൂവും കാക്കപ്പൂവും മുക്കൂറ്റിയും തുമ്പയൊക്കെ കൂടി മനോഹരമായിട്ടൊരു പൂക്കള കിട്ടും. അവന് ഫസ്റ്റ്, അതുകൊണ്ട് നമുക്ക് സെക്കൻഡ്. ഒരേ പൂച്ചവാലുള്ള പൂവുണ്ടായിരുന്നു. പൂച്ചവാലം പൂവായിരുന്നു അവരുടെ മെയിൻ. ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിക്കണവര്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമോ? പിന്നെ അവർ